ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. എക്സാം പ്രിപ്പറേഷന്റെ ടൈമിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലക്കിയാണ്. SLC +1 +2 കാരോടാണ് ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ഡീറ്റെയിൽസ്, നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഒക്കെയാണ് ഈ വീഡിയോ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മടിക്കേണ്ട, മറക്കേണ്ട. നിങ്ങളുടെ എല്ലാവിധ അപ്ഡേറ്റ്സുകളും ഇനി അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സിനൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ SSLC ഒരു വിഭാഗം, +1 +2 ഹയർ സെക്കൻഡറി മറ്റൊരു വിഭാഗം. ഈ ഇത്രയും ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ രണ്ട് വിഭാഗത്തിലുള്ളവർക്ക് എങ്ങനെയാണ് 2026 ഗ്രേസ് മാർക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നതിന്റെ സൂചനകൾ, അപ്ഡേറ്റ്സ് ആണ് ഈ ഒരു വീഡിയോ വഴി തരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഒഫീഷ്യലായിട്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ഹയർ സെക്കൻഡറി ബോർഡ് DHSE ഇതുവരെയും അതിന്റെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടില്ല. 2025 ഏപ്രിൽ ആ സമയത്തൊക്കെ വന്നിരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഗ്രേസ് മാർക്കിന്റെ ഒരു കാര്യം. അപ്പോൾ പക്ഷേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒന്ന്, ഇത്തവണ 2026 ഇപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് എന്തായാലും ഉണ്ട് എന്ന അപ്ഡേറ്റുകൾ തന്നെയാണ് അധികൃതർ പങ്കുവെക്കുന്നത്. അത് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണം, ഇത്തവണ എല്ലാ വിഭാഗത്തിലുള്ള, ഇപ്പൊ ശാസ്ത്രമേളയാണെങ്കിലും കായികമേളയാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ കലോത്സവങ്ങൾ ഉൾപ്പെടെ എല്ലാം വളരെ മികച്ചതായിട്ട് നടത്തി തീർത്ത ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ ഗ്രേഡുകളും കിട്ടിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഗ്രേസ് മാർക്കിന് അർഹതയുള്ള ഒരുപാട് വിദ്യാർത്ഥികളും ഉണ്ട്. അപ്പോൾ യാതൊരു വിധത്തിലുള്ള അനിശ്ചിതത്വം അതിലില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ വായിച്ചു തുടങ്ങുക. അതിന് സ്പെഷ്യൽ 10 മാർക്ക് ഗ്രേസ് മാർക്ക് എന്നൊക്കെ അടുത്ത വർഷം വരാൻ പോകുന്ന വിദ്യാർത്ഥികളോട് പറഞ്ഞു. ഇപ്പോൾ ഈ നിലവിലെ സാഹചര്യത്തിൽ ഇത്തവണ എന്തായാലും നിങ്ങളുടെ എക്സാമിലെ മാർക്കിനോടൊപ്പം ഗ്രേസ് മാർക്ക് അർഹതപ്പെട്ട എല്ലാവർക്കും കിട്ടും. ഇനി ആർക്കൊക്കെ കിട്ടും, അത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കലോത്സവത്തിനും അതുപോലെ തന്നെ കായികമേള, ശാസ്ത്രമേള, മറ്റ് ചില മത്സരങ്ങൾ, ബാലശാസ്ത്ര കോൺഗ്രസ്, ലിറ്റിൽ കൈറ്റ്സ്, SPC, ഇനി ഹയർ സെക്കൻഡറിയിലേക്ക് വരികയാണെങ്കിൽ NCC ഉണ്ട്, NSS ഉണ്ട്, JRC ഉണ്ട്. പിന്നെ ചില രീതിയിൽ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കൊക്കെ കളിച്ചവർക്ക് 60 മാർക്ക് വരെയും അല്ലാത്തവർക്ക് 30 മാർക്ക് വരെയൊക്കെ എന്താണ് ഇത്തരത്തിൽ ഗ്രേസ് മാർക്ക് ലഭിക്കാനുള്ള അർഹതയുണ്ട്. ഇനി ഇതിന്റെ കൃത്യമായിട്ടുള്ള മാർക്ക് ഡീറ്റെയിൽസ് 2025 ഇറങ്ങിയത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോയിലൂടെ പറഞ്ഞു തന്നു. അതിലെന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടോ എന്ന് ഇവരുടെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇനി ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് അവാർഡ് ചെയ്യപ്പെടുന്നത്? അത് SSLC-കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് A+ ഉണ്ട് എങ്കിൽ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് അവാർഡ് ചെയ്യണം എന്ന് മാൻഡേറ്ററി അല്ല. അവാർഡ് ചെയ്യുക ഇല്ല എന്ന് തന്നെ പറയാം. കാരണം നിങ്ങൾക്ക് ഗ്രേഡിംഗ് സിസ്റ്റം ആണ്. ഇനി അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു ഗ്രേഡിൽ നിന്ന് അടുത്ത ഗ്രേഡിലേക്ക്, ഇപ്പോൾ എല്ലാ വിഷയത്തിനും നിങ്ങൾക്ക് A+ ഉണ്ട്, ഒരു വിഷയത്തിന് മാത്രം B+, A ആയിപ്പോയി. അതിൽ നിന്ന് നിങ്ങളുടെ ഗ്രേസ് മാർക്ക് വെച്ചിട്ട് അടുത്തൊരു ഗ്രേഡിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗ്രേസ് മാർക്കിന്റെ ഏറ്റവും വലിയ ഉപയോഗം. ഇനി 2 ഗ്രേഡിലേക്ക് കൂടുതൽ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള മാർക്ക് ഉണ്ട്, ബാക്കി എല്ലാ വിഷയങ്ങൾക്കും A+ ഉണ്ട് എങ്കിൽ അതും അങ്ങനെയും ചെയ്യും. പക്ഷേ +1 +2കാർക്ക് അങ്ങനെയല്ല, നിങ്ങൾക്ക് മാർക്ക് തന്നെയാണ്. അപ്പോൾ മറ്റ് വിഷയങ്ങളുടെ എല്ലാ മാർക്കുകൾ എടുത്തിട്ട് മാർക്ക് വളരെ കുറഞ്ഞതിൽ എന്ത് ചെയ്യുക, അടുത്തൊരു ഗ്രേഡിലേക്ക് എത്തുന്ന തരത്തിലുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് ഗ്രേസ് മാർക്കിൽ നടക്കുന്നത്. ഇനി ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ റിസൾട്ടിലും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു അവസാനം ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിലും അവർ സൂചിപ്പിച്ചിട്ടുണ്ടാകും. അവാർഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഗ്രേസ് മാർക്ക് നോട്ട് അവാർഡ്, അതായത് അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു സൂചനയും നിങ്ങൾക്ക് ഇത്തവണ മുതൽ ഉണ്ടാകും. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ ഗ്രേസ് മാർക്ക്. നിങ്ങൾക്ക് ഏത് ഇനത്തിനാണ് ഗ്രേസ് മാർക്കിന് അർഹതയുള്ളത് എന്നുകൂടി നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം മറ്റൊരു വിവിധ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ കാത്തിരിക്കാം. തൽക്കാലം നിർന്നു. ബൈ.